ഇത് കണ്ട നാക്കയിലാണ് കയറിക്കണം. നാക്കയിൽ അട്ട കടിച്ചു. എനിക്കിട്ട് അട്ട കടിച്ചു. ഇവിടെ നിറച്ച് ചതുപ്പാണ്. കാല് വൃത്തിയാ അങ്ങ് താങ്ങൂ. നമസ്കാരം, ഞാനാണ് ജോർജ്. വെൽക്കം ടു ഫിഷിംഗ്. നമ്മളിന്ന് ഒരാളിനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നത് ചതുപ്പാണ്. കാല് മുട്ടോരെ നൈസായിട്ട് വെള്ളമുണ്ട്. കണ്ടത്തിന്റെ ഇടയ്ക്ക് സാധനം ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് ഭാഗത്ത് നിന്നൊക്കെ ഇട്ട് എറിഞ്ഞു നോക്കാം, കിട്ടാൻ നോക്കാം. അട്ട കടിച്ചു. എനിക്കിട്ട് അട്ട കടിച്ചു. ഈ മീൻ പിടുത്തത്തിന്റെ ഇടയിൽ കൂടി അട്ട കടിക്കണൊക്കെ കാണിക്കണ എന്താ വെച്ചാല്, മീൻ പിടിക്കാൻ പോകുമ്പോ അട്ടയ്ക്ക് ഇതേപോലെ കടിക്കാറുണ്ട്. അപ്പോ അതുകൊണ്ട് കാണിച്ചതാണ്. ഈ പ്രാവശ്യം സ്റ്റാലിനാണ് പണി കിട്ടിയേക്കണം. പിന്നെ അട്ടേനെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് ഈ അട്ട. സിമ്പിളായിട്ട് ലൈറ്റർ കത്തിച്ചോ ഉപ്പൊക്കെ ഇട്ടോ നമുക്ക് ഈ സാധനത്തിനെ നമ്മുടെ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സ്റ്റാലിന്റെ കാലുമേട്ട് അട്ട അടിച്ച് അട്ടയൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വേറെ എവിടെയെങ്കിലും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി നോക്കാം. ഇവിടെ രക്ഷയില്ല. പിന്നീട് ഓടിപ്പോയി. വേണം. ഇവിടെ കിട്ടിയില്ലല്ലോ. ഇത് പിടിക്കണ കിട്ടിയില്ലല്ലോ. ഇത് കണ്ട നാക്കയിലാണ് കയറിക്കണം. നാക്കയിൽ ഇത് പിടിക്കണ കിട്ടിയില്ലല്ലോ. കുഴപ്പമില്ല. ഓക്കെ, അതൊക്കെ ഇവനെ വെച്ച് കറി വെക്കാം. അപ്പൊ ഇനി കുക്കിംഗ് ഉണ്ടായി പറയുമ്പോ പറഞ്ഞ നമസ്കാരം. നമസ്കാരം. അമ്മച്ചിയാണ് ബ്രേല് തേക്കണം. അപ്പൊ നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞ് നമ്മൾ മീൻ കറി വെക്കാൻ പോണേ. അപ്പൊ മീൻപിടുത്തം ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം സ്റ്റാലിനപ്പുറത്തേക്ക് പോയപ്പോഴാണ് നമുക്ക് മീൻ കിട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞ് മീൻപിടുത്തം കഴിഞ്ഞ് അപ്പൊ നമ്മുടെ വരാലി കറി വെക്കാൻ വേണ്ടി പോണേ. കറി വെക്കാൻ പോണെന്ന് വെച്ചാല് നമ്മള് ഇന്ന് മീൻകറി വെച്ചിട്ട് നാളെ മീൻകറി എടുക്കുള്ളൂ. അതായത് ഒരു ദിവസം വെച്ചിട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങളെ ശരിക്കും ഞാൻ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ദൂരത്തേക്കൊന്നും പോയില്ല. നമ്മൾ സാധാരണ കുറച്ചും കൂടി നല്ല സ്ഥലത്ത് പോയിട്ടാണല്ലോ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ദൂരത്തേക്കൊന്നും പോയില്ല. നമ്മുടെ വീട്ടിലൊരു സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ദൂരത്തേക്കൊന്നും പോകണില്ല. വീട്ടിൽ വെച്ച് തന്നെയാണ് കറി വെക്കണം. അപ്പോൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വെച്ച് തന്നെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വരാലി തേച്ച് ക്ലീനാക്കി എടുത്തേക്കുന്നതാണ്. കല്ലേൽ ഉരച്ച് തേച്ച് ക്ലീനാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത്
കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ പുരട്ടി കറി വെക്കും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ മീൻ ഒരു മീഡിയം പീസായിട്ടാണ് അരിയണത്. അധികം വലിയ പീസായിട്ട് അരിയണില്ല, എങ്കിലേ നല്ലോണം പുളിയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അധികം വലുതാക്കുന്നില്ല കേട്ടോ. നമുക്ക് അമ്മേ ഒരു ദിവസം വെക്കാനുള്ളതല്ലേ. നമ്മൾ മീൻ എല്ലാം കഴുകി വെച്ചതാണ്, എന്നാലും ഒന്നും കൂടി ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകാൻ വേണ്ടി ഇടുന്നതാണ്. തീ കത്തുണ്ട്, അപ്പോൾ നമ്മൾ ചട്ടി വെക്കണേണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ പുളി, ഇതൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ്. പിന്നെ സവാളയല്ല, ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, ഞാൻ എണ്ണ ഒഴിക്കാൻ വേണേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക്, അതായത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത്. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു ഈ ഉള്ളി മൊരിച്ച് ചെയ്യാൻ, സവാളൊക്കെ ഓരോ ഉള്ളി മൊരിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ഇന്നെടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടി പോയി പൊടിയുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, അതായത് 2 സ്പൂൺ മുളക് പൊടി ഉണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി. അപ്പോൾ അത് 2ഉം കൂടിയാണ് ഇട്ടേക്കണം. നമ്മളെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണേ. എന്നിട്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മീൻ അതിൻ്റെ അകത്തേക്ക് ഇടണം. അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപ്പും പുളിയും ഇപ്പം തന്നെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻ ഇടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ 2 പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 പുളി. അപ്പോൾ ആ 2 പുളി ഇടുന്നുണ്ട്. 2 പുളി അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും, അപ്പോൾ അത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്, അതായത് വരാലി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. വരാലിൻ്റെ 2 മുട്ട ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാൽ മതി, എന്നാലും കുഴപ്പമില്ല. ഇപ്പം തന്നെ ഇടുന്നുണ്ട്. അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പം അത്ര നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. മീൻകറിയാ നമ്മൾ നാളെ രാവിലെ എടുക്കുള്ളൂ. നാളെ രാവിലെ വന്നപ്പോ മീൻകാരന് അറിയുന്നില്ല ഇവിടെ. നാളെ രാവിലത്തെ അപ്പൊ നമ്മുടെ കറി നല്ലോണം തിളക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. അപ്പോൾ നല്ല തീയുണ്ട്. അപ്പോൾ ഞാൻ തീ പയ്യെ മാറ്റണാണ്. നമുക്ക് കറി എടുക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തുറന്നു നോക്കാം. ഓക്കെ, നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പം ഇത്രയും കൂടി വറ്റിയെങ്കിൽ കൊള്ളാറെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു സാധനം തന്നെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്, നല്ല പുളിയുണ്ട്.
ഇത്തിരും കൂടി ഇതിന്റെ ചാറൊന്ന് ഇങ്ങനെ തന്നെ ഇരുന്ന് വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം എടുത്ത് ഇതേപോലെ തന്നെ മൂടിയിട്ട് നമ്മൾ അകത്ത് വെക്കും. നാളെ രാവിലെ ഇനി എടുക്കുള്ളൂ. മീനൊന്ന് നല്ലോണം മുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വറ്റിയെന്നാ ഓക്കെയാണ്. കൊച്ചവിടെ കിടന്ന് കരയുണ്ട്. കൊച്ച് അലച്ച് വീണെന്ന് തോന്നണം ഇവിടെ. അപ്പൊ നമ്മുടെ മീൻ എങ്ങനെ കുറച്ചു നേരം കൂടി നമ്മൾ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ മീൻ എടുത്ത് അകത്തേക്ക് വെക്കും. അപ്പൊ മീൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പൊ മീൻ തിളക്കുന്നുണ്ട് ചെറുതായിട്ട്. തീയൊക്കെ നമ്മൾ ഊതിക്കെടുത്തി. അപ്പൊ ഇനി സാധനം ഒന്ന് ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മീൻ കുടംപുളിയിൽ പറ്റിച്ചത് റെഡിയാണ്. അപ്പൊ നമ്മൾ ഇത് ഇന്ന് എടുക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എടുക്കുന്നില്ല. നാളെ രാവിലെ എടുക്കുള്ളൂ. അപ്പോഴേ നല്ലപോലെ പിടിച്ച് റെഡി ആവുള്ളൂ. അതായത് തലേ ദിവസത്തെ കറി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഇത് ഇങ്ങനെ കൊണ്ട് ഞാൻ മൂടി വെക്കാൻ പോണേ. അപ്പൊ ഇനി നാളെ രാവിലെ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മീൻകറി റെഡിയാണ്. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം നമ്മൾ ചെയ്തിട്ട് വെച്ചിപ്പോ ഇന്ന് രാവിലെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മീൻ കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മീനുണ്ട്. മീൻ എങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ട, അടിപൊളിയായിട്ട് നല്ല കളറും എല്ലാ സാധനവും ഉപ്പും പുളിയും എല്ലാം പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ കപ്പയിൽ, അതായത് കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കപ്പയിൽ ഇട്ടിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ ഈ കപ്പപ്പുഴുക്കിൻ്റെ പുറത്തേക്ക് നമ്മുടെ തലേ ദിവസത്തെ മീൻകറി ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ മീൻകറി അത് ഞാൻ കോരി നമ്മുടെ കപ്പയുടെ പുറത്തേക്ക് ഇടാൻ വേണ്ടി പോണേണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെങ്കിൽ വളരെ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് ആ ഒരു ചാറുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ മീൻകറിയും കപ്പ പുഴുങ്ങിയത്, അതായത് വരാലി കറി, തലേ ദിവസത്തെ വരാലി കറിയും കപ്പ പുഴുക്കും റെഡിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ചാറ് നല്ല അടിപൊളി ടേസ്റ്റാണ്. പറയണ്ടല്ലോ, തലേ ദിവസത്തെ മീൻകറി എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ എല്ലാവരോടും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ ബ്രാലി, തലേ ദിവസത്തെ വരാൽ കറി കപ്പ പുഴുക്കും. ആ എബു പറഞ്ഞോ, പറ. ആ പറ പറ പറ. ആ എബു പറ പറ. ആ അതല്ല, നമസ്കാരം, ONKV ഫിഷിങ്ങിലായിട്ട് സ്വാഗതം.
ഓയം ബേബി